ഒരു സത്യസന്ധനായ കള്ളൻ്റെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി വരുന്നത്. സത്യസന്ധന് അത്രമാത്രം സത്യസന്ധൻ, ഹരിചന്ദ്രൻ തോറ്റുപോകുന്ന സത്യസന്ധൻ. ആള് കള്ളനാണ്, തൊഴിൽ മോഷണമാണ്. ആ കള്ളൻ ചെയ്ത നന്മയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രകീർത്തിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ ആ വാർത്ത വന്നിട്ടുമുണ്ട്. ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും ആ കഥ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ കഥ പറയട്ടെ. പൊയിനാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും, റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ് ഭർത്താവ്, അയാളുടെ ഭാര്യ. അവർ ഒരു യാത്ര പോകുന്നു. ഭർത്താവിൻ്റെ വീട്ടിലോട്ടാണ് യാത്ര. യാത്ര കഴിഞ്ഞ് ബസ്സിലാണ്, പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, വലിയ കോടീശ്വരൊന്നുമല്ല, കാറും വലിയ ബംഗ്ലാവും ഒന്നുമുള്ള സാധാരണക്കാരാണ്. അയാൾ പോയിട്ട് തിരികെ വരുന്നു. തിരികെ ബസ് ഇറങ്ങുമ്പോൾ ഭാര്യ കഴുത്തിൽ തപ്പി നോക്കുന്നു. അയ്യോ, എൻ്റെ കെട്ടുതാലി കാണാനില്ല. 36 ഗ്രാമോളം, 36 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ഗ്രാം തന്നെ ഒരു പവനാണ്. എത്ര പവനുണ്ടെന്ന് കൂട്ടി നോക്കൂ. ആ മാല, അത്രയും തൂക്കമുള്ള ഒരു സ്വർണ്ണമാല മോഷണം പോയി. ഭാര്യ തകർന്ന് തരിപ്പണമായി. തീർന്നില്ല, അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായ ഒരു സമ്പാദ്യമാണ്. കെട്ടിയ അന്ന് മുതൽ കഴുത്തിലിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. അത്യാവശ്യം വന്നാൽ പണയം വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് ഉതകുന്ന സാധനമാണ്. ഈ സാധനം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. വിലാപമായി. നേരെ അവർ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി, പൊയിനാച്ചി സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് കാര്യം പറഞ്ഞു. പോലീസുകാർ കാര്യം ഗൗരവത്തോടെ എടുത്തു, പരാതി രജിസ്റ്റർ ചെയ്തു. കള്ളനെ അന്വേഷിച്ച് പോലീസുകാർ പരക്കം പായുന്നതിനിടയിൽ ആ മോഷണ വിവരം അവർ പൊതുജന സമ്പർക്ക വാട്സപ്പ് ഉണ്ട് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അത് അവർ ആ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു. ഈ മോഷണം പോയ മാലയുടെ വിവരങ്ങൾ, മാല ഒരു സ്ത്രീയുടെ കെട്ടുതാലിയാണെന്നും വളരെ പരിപാവനമായി അവർ സൂക്ഷിച്ചിരുന്ന സാധനമാണെന്നുമൊക്കെ അവർ വാട്സപ്പിൽ പോലീസ് പോസ്റ്റ് ചെയ്തു. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കുക. ഇത്തരം ഒരു സാഹചര്യം ദൃശ്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, മോഷണ ദൃശ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറിയിൽ വിൽക്കാൻ കൊണ്ടുവരികയാണെങ്കിലോ, ഏതെങ്കിലും പണയം ഇടപാട് സ്ഥാപനത്തിൽ ആരെങ്കിലും പണയം വയ്ക്കാൻ കൊണ്ടുവരികയാണെങ്കിലോ, ഈ ഉരുപ്പടി കാണുകയാണെങ്കിൽ ഒന്ന് ഞങ്ങളെ അറിയിക്കണമെന്ന് പോലീസ് വാട്സപ്പ് സന്ദേശം അയച്ചു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരു രംഗം. ഈ രംഗത്തിൽ നിന്ന് കട്ട് ചെയ്ത് അടുത്ത രംഗത്തിലേക്ക്, മാല മോഷ്ടിച്ച കള്ളൻ്റെ മാനസികാവസ്ഥ. കള്ളൻ മാല മോഷ്ടിച്ചു. 1-ാം ദിവസം മാല കയ്യിലെടുത്തു. നല്ല തൂക്കമുണ്ടല്ലോ ഈ മാലയ്ക്ക്, നല്ല തൂക്കമുണ്ട്. ഇത് വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും, പണയം വെച്ചാലും നല്ല കാശ് കിട്ടും. വിറ്റൊഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, കാശ് മാത്രം കൊണ്ട് നമ്മൾ ജീവിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചാൽ മതി എന്ന് കള്ളനിങ്ങനെ വളരെ ആഘോഷമായി മാല കയ്യിലെടുത്തു. മാല കയ്യിലെടുത്തപ്പോൾ കൈക്ക് ഒരു ചെറിയ വിറയൽ അനുഭവിക്കുന്ന കള്ളൻ മനസ്സിലാക്കി മാലയ്ക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, എന്തോ ഒരു സത്യമുണ്ട്, ഒരു നെഗറ്റീവ് ഫീൽ. മാല ഇന്ന് വിൽക്കണ്ട, ഇന്നിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫീലിംഗ് വന്നതല്ലേ, ഇന്നിപ്പോൾ കൊടുക്കണ്ട, ഇന്നിപ്പോൾ പണയം വെക്കണ്ട. കള്ളൻ മാല പൂഴ്ത്തി വെച്ചു. വീണ്ടും അയാളുടെ ഡെയിലി റുട്ടീനൊക്കെ ചെയ്തു. 2-ാം ദിവസവും മാല കയ്യിലെടുത്തു. അപ്പോഴും പ്രശ്നം തന്നെയാണ്. വിറയലോട് വിറയൽ. മാല ഇങ്ങനെ കയ്യിൽ നിന്ന് അകന്നു പോകുന്നില്ല. ഒരു നെഗറ്റീവ് ഫീൽ. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നൊരു പേടി. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ വാട്സപ്പ് സന്ദേശം കള്ളൻ്റെ ശ്രദ്ധയിലും പെടുന്നത്. കള്ളനും ഏരിയയിൽ എവിടെയോ ഉള്ള ആളാണെന്ന് തോന്നുന്നില്ലേ. ഇയാൾ ഈ വാട്സപ്പ് സന്ദേശം ഈ കള്ളനും കാണുകയാണ്. കള്ളൻ കണ്ടപ്പോൾ കള്ളൻ അന്തിച്ചുപോയി. ഇതൊരു പാവം സ്ത്രീയുടെ കെട്ടുതാലിയാണ്, പരിപാവനമായി സൂക്ഷിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് കയ്യിലെടുക്കുമ്പോഴൊക്കെ എനിക്കൊരു നെഗറ്റീവ് ഫീൽ തോന്നുന്നത്. കള്ളൻ ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും വാട്സപ്പ് മെസ്സേജുകളിൽ നിന്നുമൊക്കെ ആളെ തപ്പിപ്പിടിച്ചു. ആരുടേതാണ് ഈ മാല, ഏത് സ്ത്രീ, അഡ്രസ്സൊക്കെ പോലീസ് വിശദവിവരം കൊടുത്തിട്ടുണ്ടല്ലോ, പരാതിയുടെ വിവരങ്ങളൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അങ്ങനെ കള്ളൻ ഈ മാലയുടെ ഉടമസ്ഥ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു, ഐഡൻറ്റിഫൈ ചെയ്തു. കള്ളൻ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. വളരെ നല്ല കൈപ്പടയിൽ ഒരു കത്ത് എഴുതിയ കത്ത് ഇങ്ങനെയാണ്. എന്താണ്? ഞാൻ ഈ മാല വളരെ ആഘോഷത്തോടു കൂടി കയ്യിലെടുക്കുന്നു, അപ്പോൾ കൈ വിറയ്ക്കുന്നു, ഒരു നെഗറ്റീവ് ഫീലിംഗ്. അതുകൊണ്ട് ഇത് വിൽക്കാനോ പണയം വയ്ക്കാനോ എനിക്ക് തോന്നിയില്ല. ഏതായാലും ഞാൻ ഈ മാല ഇവിടെ തിരികെ വയ്ക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ആരാണെന്ന് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാലാകുന്ന കള്ളനറിയാം, ബുദ്ധിമാനാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കള്ളനെ പോലീസ് പൊക്കുമല്ലോ, പോലീസുകാർക്ക് വിവരം കൊടുക്കും, ഇങ്ങനെ ഒരു കള്ളനാണ് കൊണ്ടുവച്ചത്. കള്ളൻ അവിടെ താഴെ എഴുതി വേദനിപ്പിച്ചതിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതി അവിടെ വെച്ചിട്ട് എഴുതി കുണ്ടംകുഴി എന്ന സ്ഥലപ്പേര് എഴുതി വെച്ചു. എന്താണ്? കുണ്ടംകുഴി എന്ന സ്ഥലപ്പേര് എഴുതി. പൊയിനാച്ചിയുടെ അടുത്തുള്ള സ്ഥലമാണ് കുണ്ടംകുഴി. ഈ ബസ് യാത്രയൊക്കെ ആ റൂട്ട് വഴിയാണ് യാത്ര ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ്? അപ്പോൾ കള്ളൻ്റെ റോൾ കഴിഞ്ഞു. 1-ാം സീനിൽ വീട്ടമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു. 2-ാം സീനിൽ കള്ളൻ്റെ മാനസിക സംഘർഷവും കള്ളൻ ഇത് തിരികെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് കഴിഞ്ഞു. അടുത്ത സീനിൽ
വീട്ടമ്മയും ഭർത്താവും കൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിറ്റ് ഔട്ടിൽ കസേരയുടെ പുറത്തായി ഒരു പൊതി ഇരിക്കുന്നു, തിളങ്ങുന്ന ഒരു വസ്തു. നോക്കുമ്പോൾ എൻ്റെ താലിമാല ഇരിക്കുന്നു. കുറിപ്പെടുത്ത് വായിച്ചു, ആകെ ഞെട്ടിപ്പോയി. വീട്ടമ്മ ഇപ്പോൾ കള്ളനെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. കള്ളൻ കട്ടെങ്കിലെന്ത്, മനസാക്ഷിയുള്ള കള്ളൻ, നന്നായി മലയാളം എഴുതാൻ അറിയാവുന്ന കള്ളൻ, നല്ല അക്ഷര വടിവുള്ള കള്ളൻ അദ്ദേഹം തിരികെ തന്നല്ലോ. അദ്ദേഹത്തിന് വീട്ടമ്മ ഹൃദയം കൊണ്ട് ഒരുപാട് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വേറിട്ട കള്ളൻ മലയാള ചരിത്രത്തിൽ അയാളുടെ കൈമുദ്ര പതിപ്പിക്കുന്ന അനുഭവമാണ് ഈ സംഭവ കഥ വായിച്ചപ്പോൾ എനിക്കുണ്ടായത്. അത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. വലിയ മികവുള്ള വാർത്ത കണ്ടന്റൊന്നും ആകണമെന്നില്ല. എങ്കിലും ഈ കള്ളൻ, കുണ്ടംകുഴിയിലെ ഈ കള്ളൻ ഗംഭീര കള്ളനാണ്. മലയാളം നന്നായി അറിയാവുന്ന കള്ളനുമാണ്, മനസാക്ഷിയുള്ള കള്ളനുമാണ്.